വയനാട് ദുരന്തബാധിത പ്രദേശം സൈനിക യൂണിഫോമിൽ സന്ദർശിച്ചെന്ന വിവാദങ്ങളോട് പ്രതികരിച്ച മേജർ രവി. ആർമി നിയമങ്ങൾ അറിയാത്ത ആളുകളാണ് ഇത്തരം പരാതികൾ നൽകുന്നത്. വിരമിച്ചവരും ഇത്തരം സന്ദർഭങ്ങളിൽ മിലിറ്ററി യൂണിഫോം ധരിക്കാറുണ്ട്. വിവാദമുണ്ടാക്കുന്നവർക്ക് യൂണിഫോം അല്ല വിഷയം, മറിച്ച് മോഹൻലാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ മേജർ രവിയുമാണ്. ഇത്തരം ആരോപണങ്ങളെ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് മേജർ രവി ജനം ടിവിയോട് പ്രതികരിച്ചു. വയനാടിന്റെ ദുരന്തമുഖത്ത് ഓടിയെത്തി അവർക്ക് സഹായ ഹസ്തങ്ങൾ നൽകുകയും അവിടെ കൃത്യമായി തന്നെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഒരു സംഘടനയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് മേജർ രവി. എന്നാൽ കൃത്യമായ ചില അജണ്ടകളോടുകൂടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഈ ഒരു ദുരന്തമുഖത്തും അവിടെയും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ സമയത്ത് സൈനിക യൂണിഫോം ധരിച്ചു എന്നതിൻ്റെ പേരിലാണ് പരാതികൾ നൽകുന്നു. അതിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ ഉയർത്തി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി അതിൽ പ്രതികരിക്കുകയാണ് മേജർ രവി സാർ. അദ്ദേഹത്തിന് കൃത്യമായി ഇതിന് മറുപടിയുണ്ട് ഓരോ ഘട്ടത്തിലും. ഇത്തരത്തിൽ സാറേ, ഈ വലിയ തോതിൽ അങ്ങേപോലുള്ള അവിടെ ഓടിയെത്തുന്നുണ്ട്. വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപയോളം സഹായം അവിടെ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്ത് കണ്ണോടുകൂടിയാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർത്തുന്നത്? അല്ലെങ്കിൽ സാർ അവിടെ ഏറെ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. പട്ടാള സിനിമകളിലൂടെ തന്നെ ആളുകളിൽ ആവേശം നിറച്ച, സൈന്യത്തോടുള്ള ആവേശം നിറച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാൾ യൂണിഫോം ധരിച്ചു എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത്. സാർ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിന് പ്രതികരിക്കാനും നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ മൊബൈലിൽ എനിക്ക് മെസ്സേജുകൾ വരുന്നത് മുഴുവൻ എന്നെ അറിയുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പം ഇങ്ങനെ വല്ലതൊക്കെ കേൾക്കുമ്പോൾ മറ്റേ മിലിറ്ററി ആക്ട് മറ്റൊന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രൊവിഷൻസ് ഒക്കെ ഇട്ട് അതിൻ്റെ പേരിൽ കേസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മിലിറ്ററി ആക്ടും മിലിറ്ററി റൂളും മിലിറ്ററി ആക്ടും എന്നൊക്കെ പറഞ്ഞാൽ ആർമി റൂൾ ആർമി ആക്ട് എന്നൊക്കെ പറയുന്നത് ഇതുപോലും അറിയാത്ത ആളുകളാണ് ഈ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത്. പട്ടാളം അല്ലെങ്കിൽ ഒരു ആർമി ക്യാമ്പുകളിൽ പോകുന്ന സമയത്ത് ഒരു VIP വന്നു കഴിഞ്ഞു. ഇപ്പം ശ്രീനഗറിലൊക്കെ പലപ്പോഴും ഈ ബോളിവുഡ് ആക്ടേഴ്സും ആക്ട്രസുകളൊക്കെ പോകും. ഇവരൊക്കെ പോകുന്ന സമയത്ത് ആ യൂണിറ്റിൻ്റെ യൂണിഫോം അവർ ഇടിയിക്കും. അല്ല, എന്തിനാണത് ഇടിയിക്കുന്നതെന്ന് അറിയണം. ആ ട്രൂപ്പുകൾക്കൊരു ഫീൽ കിട്ടാൻ ഈ വന്നിരിക്കുന്ന VIP ഞങ്ങളുടെ കൂടെയാണ്. ഇന്നലത്തത് ഇവർക്ക് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല ഈ പറഞ്ഞിട്ടുള്ള പാർട്ടീസിന്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനൊന്നും ആഗ്രഹിക്കില്ല. അത് പറഞ്ഞാൽ കുറേ ഉണ്ട്. യൂണിഫോം എന്ന് പറയുന്നതിന് പിന്നെ ഒരു എക്സ് സർവീസ്മാൻ എന്നുള്ള ആൾക്ക് ഇതുപോലുള്ള മിലിറ്ററി ആക്ടിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് യൂണിഫോം ഇടാം. ആ മറ്റേ അർജുനെ കാണാതായിട്ട് തെരച്ചിൽ വന്ന സമയത്ത് മേജർ ഇന്ദ്രപാലൻ വാസ് ഇൻ യൂണിഫോം. ഈസ് എ റിട്ടയർഡ് മാൻ. അതിനൊന്നും പ്രശ്നമില്ല. കാരണം ഇന്ദ്രപാലനോ അല്ലെങ്കിൽ വേറൊരാളോ അല്ല പ്രശ്നം. ഇവിടെ മേജർ രവി, എന്താണ് മേജർ രവിക്കുള്ള പ്രശ്നം? മേജർ രവി പോയിരിക്കുന്ന അവിടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മോഹൻലാലിയും കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിരിക്കുന്ന സമയത്ത് ബാക്കി പലർക്കും ഇന്നലെ ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓവർനൈറ്റിന് റെഡിയാക്കിയിട്ടാണ്. അത് മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനത് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകാനും, കാരണം മനുഷ്യക്കാരന് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പേരിൽ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് അസൂയക്കാർക്കും അല്ലെങ്കിൽ മോഹൻലാലിനോട് ശത്രുതയുള്ളവരും മേജർ രവിയുടെ ശത്രുള്ളവരും അത് നിങ്ങളോട് വെച്ചേക്കും. നിങ്ങൾ ഇരുന്നോ അത് വെച്ചിട്ട്. ഞാൻ ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുക. ഞാൻ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആദ്യം പഠിക്കണം. പട്ടാളത്തിൻ്റെ യൂണിഫോം ഏതാണ്? നാളെ പിണറായി സഖാവ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതേ പറ്റാറില്ല. അദ്ദേഹത്തെ തൊപ്പിയിടിച്ചുകൊണ്ട് നടത്തിയില്ലേ? അദ്ദേഹത്തിന് ജാക്കറ്റ് ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ആ ജാക്കറ്റ് വിട്ട് ട്രൂപ്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നു. അദ്ദേഹം ഇടുമായിരുന്നു. കാരണം പ്രൈം മിനിസ്റ്റർ ലേ ലഡാക്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പറയാം, ഞാൻ അവിടെ പോയിരിക്കുന്ന പാർട്ടിക്കാരനായിട്ടില്ല, BJPയുടെ വൈസ് പ്രസിഡൻ്റായിട്ടില്ല. പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ മോഹൻലാലായിട്ട് മീറ്റിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ലാലും ഞാനും കൂടെ ആ സ്കൂളിൽ അവിടെ നിന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിങ്ങനെ എന്നിട്ട് കുട്ടികളുടെ. അപ്പോൾ ലാലിൻ്റെ കാതിൽ പറഞ്ഞു, അണ്ണാ യൂണിഫോം ഇട്ടൊരു കുട്ടീനെ പോലും എടുത്തുകൊണ്ട് വന്നു മരിച്ചു കിടക്കുന്നു. അപ്പോൾ ആ കുട്ടി യൂണിഫോം സ്കൂൾ, അപ്പം ഞാൻ ചിന്തിക്കുന്നതെന്നറിയോ, യൂണിഫോം ഇട്ടിട്ട് ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന് ക്ഷീണിച്ച് അവിടെ അതേതെല്ലാം കിടന്നുറങ്ങിയിരിക്കുന്നു. വ്യത്യാസം കാലത്ത് എഴുന്നേക്കുന്നില്ല. ഓരോരോ കല്ലുകൾ വന്ന് കിടക്കുന്നതാണ്. ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ സൈസിലുള്ള ബോൾഡേഴ്സ് ഇത്രയും മലയിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നു. ആ പള്ളിയുടെ ഒരു സൈഡ് മുഴുവൻ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എത്രയോ ആളുകൾ അതിനകത്ത് മരിച്ചു പോയി. സോ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് അവൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഷൂസിൻ്റെ ലേസ് കെട്ടിയത് ശരിയായിട്ടില്ല, എൻ്റെ തൊപ്പി ഇട്ടത് ശരിയായിട്ടില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ജയശങ്കർ സാർ പറയുന്ന പോലെ പറയേണ്ടി വരും. പിന്നെ ഒരു സെൽഫി കണ്ടിരുന്നു, അതും കണ്ടു. ഞാൻ മുഖ്യമന്ത്രി പോയപ്പോൾ അവിടെ ആരും ഫോട്ടോ എടുത്തിട്ടില്ലേ? ഞാനവിടെ ഫോട്ടോ എടുക്കും. കാരണം എന്താ അറിയോ,
നമുക്ക് പണം തന്ന് സഹായിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ എന്നെ വിശ്വസിച്ചുകൊണ്ട്, മോഹൻലാലിനെ വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ കറക്റ്റ് റിട്ടേൺ കൊടുക്കണം. ഓക്കെ, ഞങ്ങളിവിടെ എത്തി, ഞങ്ങൾ പണി തുടങ്ങി. നിങ്ങൾ സീരിയസ് ആയിട്ട് മാധ്യമധർമ്മം ചെയ്യുന്ന സമയത്ത് യു വിൽ നോട്ട് ട്രൈ ടു ക്രിയേറ്റ് എ പ്രോബ്ലം. ഇവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം. ഈ സമയത്തല്ല അത് വേണ്ടത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. വളരെ കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം ശ്രീ മേജർ രവി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്വേഷത്തിന്റെ പ്രകടനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ആളുകൾ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ അവിടെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ രാഷ്ട്രീയവും മതവും എല്ലാം തന്നെ അത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് ശ്രമിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾ, അത്തരത്തിലുള്ളവരെയാണ് ഒറ്റപ്പെടുത്തേണ്ടത് എന്ന് ഒറ്റ വാക്കിൽ തന്നെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ശ്രീ മേജർ രവി. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.